ഞാൻ നെഞ്ചു പൊട്ടിക്കരയുകയായിരുന്നു. വിശന്നിട്ട് അവന് പാല് കൊടുക്കാനായില്ല. ഓമയെക്കുറിച്ച് പ്രശസ്ത വ്ളോഗർ ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിലെ താരമായി മാറിയിരിക്കുകയാണ് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയുടെ മകൻ ഓമി. കഴിഞ്ഞ ദിവസമാണ് ഓമി കുഞ്ഞിൻ്റെ മുഖം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. ലൈക്കുകളുടെയും കമൻറ്റുകളുടെയും പ്രവാഹമായിരുന്നു ആ ഫോട്ടോയ്ക്ക്. പേർലി മാണിയുടെ മക്കൾക്ക് ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈറലായ കുഞ്ഞായി മാറി ഓമി. അമ്മ ആയ ശേഷം വളരെ സന്തോഷവതിയായിരുന്നു ദിയ കൃഷ്ണ. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ദിയയ്ക്കും കുടുംബത്തിനും വിഷമകരമായിരുന്നു. ഓമിയായിരുന്നു ആ പ്രശ്നത്തിന് ആ വിഷമത്തിന് കാരണം. ഓമി സുഖമില്ലാതെ ആശുപത്രിയിലായതാണ് കാരണം അവരുടെ വിഷമത്തിന്. ഇക്കാരണം കൊണ്ട് ഓണാഘോഷവും വിവാഹ വാർഷിക ദിനാഘോഷവും ദിയ വേണ്ടെന്ന് വെച്ചു. ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം ദിയ പങ്കുവച്ച വ്ളോഗാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അസുഖം ബാധിച്ചത് കാരണം കുഞ്ഞിന് തൂക്കം കുറഞ്ഞിട്ടുണ്ടെന്ന് ദിയ പറയുന്നു. ഏകദേശം 600 ഗ്രാമാണ് കുറഞ്ഞതെന്നും പറയുന്നുണ്ട്. ഓമിയുടെ ഹെൽത്തിനെ നന്നായി ബാധിച്ചിരുന്നു. അവന് കുഴപ്പമൊന്നുമില്ല ഇപ്പോഴെന്നാണ് ഓസി പറയുന്നത്. ഒട്ടും ചിരിക്കുന്നില്ലായിരുന്നു. മുഖത്ത് എപ്പോഴും വേദനയും വിഷവുമായിരുന്നു. എല്ലാവരെയും കാണുമ്പോൾ സന്തോഷിക്കുന്ന കുഞ്ഞ് പെട്ടെന്ന് അങ്ങനെയായപ്പോൾ അവരെല്ലാവരും ഡൗൺ ആയി എന്നാണ് ഓസി പറയുന്നത്. പിന്നെ എല്ലാ ദിവസവും കരഞ്ഞ് കരഞ്ഞ് BP കൂട്ടിയെന്നും ഓസി പറയുന്നുണ്ട്. സെപ്റ്റംബർ 5 ആഗ്രഹിച്ച ദിവസമായിരുന്നു തിരുവോണം, ബേബിയുടെ ഫേസ് റിവീൽ, അങ്ങനെ അശ്വിൻ്റെയും ദേയുടെയും ആനിവേഴ്സറി. പക്ഷെ എല്ലാത്തിനും ഒരു കാരണമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നാണ് ഓസി വീഡിയോയിലൂടെ പറയുന്നത്. ഇപ്പോൾ എൻ്റെ മെൻ്റൽ ഹെൽത്ത് ശരിയായി എന്നും ദിയ പറയുന്നു. ആശുപത്രിയിൽ അവനെ ഓരോ സ്ഥലത്ത് ബ്രേക്ക് ചെയ്യാൻ വരുമ്പോൾ ഞാൻ നെഞ്ചു പൊട്ടി കരയുകയായിരുന്നു. ICUവിൽ ചുമ തുടങ്ങി. അവന് ചുമച്ചുകൊണ്ടിരിക്കുന്നതിന് പാല് കൊടുക്കരുത്, മണ്ടയിൽ കയറുമെന്ന് ഡോക്ടർ പറഞ്ഞു. അവന് വിശക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ നെഞ്ചു വല്ലാതെ ഇടറിപ്പോയെന്നാണ് ദിയ കൃഷ്ണ പറയുന്നത്. പാല് കൊടുക്കാൻ പറ്റുന്നില്ല, BP ഹൈ ആയി. അങ്ങനെ ഡോക്ടർ വന്ന് തൽക്കാലം പുറത്തിറങ്ങി നടന്നു വാ, ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് സംസാരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അഞ്ജലിയെ വിളിച്ചു. അവൾ എൻ്റെ സംസാരം കേട്ട് പേടിയായി. മറ്റെന്തൊക്കെയോ വിളിച്ച് അവൾ വിഷയം മാറ്റി. ആശുപത്രിയിൽ നിന്ന് വന്ന ശേഷം നന്നായി ഉറങ്ങുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നല്ല ഓജസ്സും തേജസ്സുള്ള ഓമിയായി അവനെ മാറ്റണം എന്നും ദിയ കൂട്ടിച്ചേർക്കുന്നു. ജനിച്ച മാസങ്ങൾക്കുള്ളിൽ തന്നെ സോഷ്യൽ മീഡിയയിലെ താരമായി മാറുകയായിരുന്നു ദിയ കൃഷ്ണയുടെ കുഞ്ഞ് ഓമി. ദിയയുടെ മാതാപിതാക്കളായ കൃഷ്ണകുമാർ സിന്ധു കൃഷ്ണയും മുത്തശ്ശിയുമായതിൻ്റെ സന്തോഷത്തിലാണ്. 4 പെൺമക്കളെ വളർത്തി വലുതാക്കിയവരാണ് കൃഷ്ണകുമാർ സിന്ധു കൃഷ്ണയും. താരകുടുംബത്തിലെ ആദ്യ ആൺകുഞ്ഞാണ് ഓമി. താരകുടുംബത്തിലെ പുതിയ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ഓരോ ആരാധകരും. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ലഭിക്കുന്ന ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണ എന്ന ഓസി. ലോക്ക്ഡൗൺ കാലത്താണ് താരകുടുംബം സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് അങ്ങോട്ട് വൈറൽ ഇൻഫ്ലുവൻസർമാരായി ഇവർ മാറുകയായിരുന്നു. ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണ കുറച്ച് വൈകിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇവർക്ക് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. അഹാന കൃഷ്ണ ഈ അടുത്ത സ്ഥിരമായി വീഡിയോ പങ്കുവെക്കാറില്ല. എന്നാൽ ഹൻസിക പഠനത്തിൻ്റെ തിരക്കുകളിലും മറ്റുമാണ്. ഇടയ്ക്ക് വ്ളോഗുകൾ വരാറുമുണ്ട്. ഇഷാനി കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ ദിയയെപ്പോലെ സജീവമാണ്. സോഷ്യൽ മീഡിയയെ ആണ് ഇവരുടെ എല്ലാം ജീവിതം മാറ്റിമറിച്ചത്. അപ്പോൾ നമുക്ക് ഓസിയുടെയും ഈശാനി കൃഷ്ണയുടെയും ബാക്കി കൃഷ്ണ സിസ്റ്റേഴ്സിൻ്റെയും പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കാം. കൂട്ടത്തിൽ ഓമിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.